പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ പാർട്ടിക്ക് ശക്തിയുള്ള ഒരു മണ്ഡലത്തിലേക്ക് നെഞ്ചും പിരിച്ച് ഇറങ്ങിച്ചെല്ലുക. അവരുടെ MLA ചെയ്യാത്ത അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് അഡ്രസ്സ് ചെയ്ത് അത് കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുക. അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങളാക്കി മാറ്റിക്കൊണ്ടുവരിക. ഇതാണ് ഇപ്പോൾ നെടുമങ്ങാട് മണ്ഡലത്തിൽ നടക്കുന്നത്. ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാകട്ടെ കേരളത്തിൽ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായിട്ടുള്ള യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന പ്രായം കുറഞ്ഞ, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. യുവരാജ് ഗോകുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച സംഘാടകൻ. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം വളരെ ഭംഗിയായി മറ്റാരും ചെയ്യുന്നതിനേക്കാളും രസകരമായി ചെയ്ത് സക്സസ്ഫുൾ ആക്കി കയ്യിൽ കൊടുക്കുന്ന വ്യക്തി, ചാനൽ ചർച്ചകളിലെ താരം. ഏത് കൊലക്കൊമ്പനെയും തൻ്റെ വാക്ചാതുര്യം കൊണ്ട് കുത്തി വീഴ്ത്താനുള്ള കഴിവാണ് യുവരാജ് ഗോകുലിനുള്ളത് എന്നുള്ള കാര്യത്തിൽ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും തർക്കം കാണില്ല. പക്ഷേ അത് അവർ അംഗീകരിച്ച് തരില്ല. അത് അവരുടെ വയറ്റിപ്പഴപ്പ്. എന്തായാലും മിഷൻ 60K എന്ന് പറഞ്ഞ വലിയൊരു ക്യാമ്പയിന് യുവരാജ് ഗോകുൽ നെടുമങ്ങാട് വലിയ രീതിയിലുള്ള തുടക്കം കുറിക്കുമ്പോൾ ഇത് വെറുതെ തുടക്കം കുറിക്കുന്നതാണ്. കാരണം ഇവിടെ ഞങ്ങളുടെ മന്ത്രിയായിട്ടുള്ള GR അനിൽ ശക്തനാണ് എന്ന് സഖാക്കന്മാർ പറയുമ്പോഴും അവരുടെ നെഞ്ചിടിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി യുവരാജ് ഗോകുൽ നെടുമങ്ങാട് നിന്ന് ചെയ്തു വന്ന പ്രവർത്തനങ്ങളാണ് സഖാക്കന്മാരുടെ നെഞ്ചിടിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ആദിവാസി ദമ്പതികളുടെ കുഞ്ഞു മരിച്ച സംഭവം ലോകമറിയാൻ കാരണം, കേരളം ചർച്ച ചെയ്യാൻ കാരണം യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ച അരുവിക്കര റോഡ് ശോചനീയാവസ്ഥ ലോകമറിയാൻ കാരണം, കേരളം അറിയാൻ കാരണം യുവരാജ് ഗോകുൽ നയിച്ച പ്രതിഷേധമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമല കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിനെതിരെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വസതിയിലേക്ക് സമരം നയിച്ചത് യുവരാജ് ഗോകുലിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. MLA എത്തിയില്ലെങ്കിലും നെടുമങ്ങാടുള്ള അശരണർക്കൊപ്പം ഓടിയെത്താൻ യുവരാജ് ഗോകുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സഖാക്കന്മാർ പോലും ഇപ്പോൾ അടക്കം പറയുന്ന കാഴ്ചയാണ് നെടുമങ്ങാട് നിന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നത്. അശാസ്ത്രീയമായി നിർമ്മിച്ച പോത്തൻകോട് മംഗലപുരം റോഡിൽ കരൂർ പ്രദേശത്ത് ഒറ്റമഴയിൽ വെള്ളം കൊണ്ട് മുങ്ങിയ വീടുകളിലേക്ക് ഓടിയെത്താനും യുവരാജ് ഗോകുൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേറ്റിനാട് ഗൃഹനാഥൻ മരണപ്പെട്ടു പോയ കുടുംബത്തിന് താങ്ങായി നിന്ന് അവർക്കൊപ്പം വീട് നിർമ്മാണം പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയും യുവരാജ് ഗോകുൽ മാത്രമായിരുന്നു. അവരുടെ സ്വന്തം മന്ത്രിയായിട്ടുള്ള GR അനിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങി ഒരു സഖാവിന് കൈ കൊടുക്കാൻ പോയപ്പോൾ ആ സഖാവ് സ്വന്തം മന്ത്രിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞത് പാർട്ടിക്കാർക്ക് പോലും ഉപകാരമില്ലാത്തൊരു മന്ത്രിയാണ് താങ്കൾ എന്നുള്ളതാണ്. മന്ത്രി ഒറ്റ സെക്കൻഡ് പോലും അവിടെ നിൽക്കാതെ സ്റ്റാൻഡ് വിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ യുവരാജ് ഗോകുൽ തീപ്പൊരി നേതാവായി നെടുമങ്ങാട് എൻട്രി ചെയ്തിരിക്കുന്നത്. നെടുമങ്ങാട് ഓൾറെഡി BJPക്ക് 35,000-ലധികം വോട്ടുള്ള ഒരു മണ്ഡലമാണ്. ഈ 35,000 വോട്ട് 60,000 വോട്ടാക്കി ഉയർത്തുക എന്നുള്ളതാണ് യുവരാജ് ഗോകുൽ മുന്നിൽ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത്. യുവരാജ് ഗോകുലിനെ പറ്റി പറയുകയാണെങ്കിൽ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല, സ്വന്തം സ്വത്വത്തെ ഒരിക്കലും മറച്ചു വയ്ക്കാത്ത തൻ്റെ ഇടമുള്ള നേതാവ് എന്ന് യുവരാജ് ഗോകുലിനെ കുറിച്ച് പറയാനായി സാധിക്കും. ഞാനൊരു ഹിന്ദുവാണ് എന്ന് ഒരു സ്ഥലത്തും തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയാണ് യുവരാജ് ഗോകുൽ. യുവരാജ് ഗോകുൽ അവിടെ പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ഡയലോഗുണ്ട്. ഞാൻ വോട്ട് ചോദിക്കുന്നത് SDPAയുടെ മുന്നിൽ തിണ്ണ നിരങ്ങുന്ന അല്ലെങ്കിൽ മുന്നിൽ മുട്ടിലഴയുന്ന UDFനും LDFിലെയും സഖാക്കന്മാർക്കും അണികൾക്കും കൂടെ വേണ്ടിയാണ് എന്നാണ് യുവരാജ് ഗോകുലിന്റെ അവിടെയുള്ള സ്റ്റാർ ഡയലോഗ്. LDFന്റെ നേതാക്കൾ അവിടെ SDPA നേതാക്കളുടെ കാല് പിടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാല് തിരുമാൻ പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സഖാക്കന്മാർക്ക്, ഒന്നും ചെയ്യാൻ കഴിയാത്ത സഖാക്കന്മാരുടെ മുമ്പിലാണ് യുവരാജ് ഗോകുൽ പറയുന്നത് നിങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഇവിടെ വോട്ട് പിടിക്കാനായി ഇറങ്ങുന്നത് എന്നുള്ളത്. എന്തായാലും SDPAയുടെ വോട്ട് വേണ്ട, വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് ഒരൊറ്റ നേതാവിന് മാത്രമേ നെടുമങ്ങാട് നിന്ന് പറയാനായി സാധിച്ചിട്ടുള്ളൂ. അതും യുവരാജ് ഗോകുലിന് മാത്രമാണ്. അദ്ദേഹം വെറുതെ അങ്ങ് ഇറങ്ങുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള വികസന രേഖ, നെടുമങ്ങാടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തൊക്കെ തരം വികസനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വികസന രേഖ ജനങ്ങൾക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. ശേഷം സ്ക്രീനിൽ ജനങ്ങൾ
ഇനി 9-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ യുവരാജ് ഗോകുൽ എന്ന പേരിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നെടുമങ്ങാട് വലിയ സംസാരമായി മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.